നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെയുണ്ട്. ഹായ് എവരി വൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെം എക്സാം എഴുതാനുള്ള ആളുകളാണ് കൂടുതൽ പേരും. അപ്പം അവർക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് എക്സാമുമായി ബന്ധപ്പെട്ട് ഇപ്പം എങ്ങനെയാണ് മാർക്ക് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എത്ര മാർക്ക് വേണം പാസ്സാവാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങൾക്കൊരു ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ് ഇപ്പം നമ്മളെല്ലാവരും അല്ലേ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് വരുന്ന ഒരു കാര്യമാണ് എത്ര മാർക്കാണെന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റിന് 100 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 100 മാർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 മാർക്ക് നമുക്ക് തിയറി പേപ്പറിലും അതുപോലെ തന്നെ 30 മാർക്ക് നമുക്ക് അസൈൻമെന്റിനുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇങ്ങനെ ടോട്ടൽ നമുക്ക് 100 മാർക്കാണ് വരുന്നത്. ഈ 100 മാർക്കിൽ 35 മാർക്കാണ് പാസ് മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം 100ൽ 35 മാർക്കാണ് നമുക്ക് പാസ് മാർക്ക് വരുന്നതെന്ന്. അതായത് നമുക്കിപ്പോൾ 30 മാർക്ക് അസൈൻമെന്റിന് കിട്ടും. അപ്പൊ ബാക്കി ഒരു 5 മാർക്ക് മതിയല്ലോ എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും 35 മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് 30 മാർക്ക് അസൈൻമെന്റിനും പ്ലസ് 5 മാർക്കാണ് നിങ്ങൾ തിയറി പേപ്പറിന് മേടിക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ നോക്കുമ്പോൾ 35 ഉണ്ടായിരിക്കും. പക്ഷെ അതിനകത്ത് നിങ്ങൾ ഫെയിൽ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ തിയറി പേപ്പറിന് നമുക്ക് 70 മാർക്കാണ് വരുന്നത്. ആ 70 മാർക്കിൽ നിങ്ങൾക്ക് 21 മാർക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ബാക്കി നിങ്ങൾ അസൈൻമെന്റിന് റിട്ടേൺ ചെയ്ത് കൊടുത്തിട്ടുള്ള അസൈൻമെന്റിൽ മാർക്ക് ഉണ്ടായിരിക്കും. ആ ഒരു മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ് മാർക്ക് ആവാവുന്നതേ ഉള്ളൂ. പക്ഷെ മിനിമം നമുക്ക് 21 മാർക്കെങ്കിലും തിയറി പേപ്പറിന് ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ മിനിമം മാർക്ക് മാത്രം നോക്കിയിരുന്ന് പഠിക്കരുത്. മാക്സിമം നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രയും മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഏത് രൂപത്തിലാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ആൻസർ ഷീറ്റ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യുക. അതുപോലെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമുക്കിപ്പം ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ഫസ്റ്റിൽ തന്നെ പഠിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പം മാർക്കിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്